അണ്ണ അല്ലേ വന്നേ ഞാൻ നിർത്താൻ പോവാ അണ്ണ അയ്യോ എല്ല് വന്നേ അയ്യോ ഞാൻ പോവാണേ എല്ല് വന്നേ എല്ല് വന്ന് എന്റെ ചാനൽ പോയി എല്ല് വന്ന് അണ്ണ എല്ല് വില്ല് പോവാന്ന് ചാനല് പോയി അയ്യോ 4ാമത്തെ ചാനല് പോയേ ക്ഷമിക്കാനടാ ആരെന്നൊന്നും ചെയ്യലടാ ചാനല് പോയടാ ആരും ചെയ്യല്ലേ മുടിഞ്ഞു പോടാ നീയൊക്കെ മതി എടാ എന്താടാ എടാ ഞാൻ എന്താ പറയാ ഞാൻ ടിവിയാടാ മറ്റേതല്ല എല്ലാം നിർത്ത് മതി എല്ലാം നിർത്ത് ചൂരിലെടുക്കേ കോച്ചിന്റെ ചാനലിലേക്ക് ഒന്ന് തരണേ എന്റെ ചാനൽ പോയി എല്ലിട്ട് ഇവിടെ എല്ലിട്ട് ചാനൽ പോയി ഭയപ്പെട്ടോ നമ്മൾക്ക് ഞാൻ പിന്നെ ഒരു കാര്യം പറയാനാടാ ഞാൻ പറയാനാണ് ഈ T47 കണ്ടികളെ ഉണ്ടല്ലോ സിറ്റിയിൽ എവിടെ കണ്ടാലും ഓടിച്ചിട്ട് തലാണ് ഈ T47 കൊലയാളികളെ എടുത്തു പറയാനാണ് എല്ല് ഡബ്ല്യൂ ഒന്നും വേണ്ട നമ്മുടെ ചിഹ്നം ഫാസ്റ്റ് ചിഹ്നം കിട്ടാ മതി ഫാസ്റ്റ് അല്ലെങ്കിൽ ടി വി അത്രേ ഉള്ളൂ അപ്പൊ അടുത്ത വാറിനുള്ള ഒരു ഇതുണ്ട് ടി46 സോറി ഹലോ എടാ നിർത്തടാ എല്ല് നിർത്തടാ ഹലോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഒരു MRC ആണെന്ന് പറഞ്ഞിട്ടില്ല, നമ്മുടെ അടുത്ത് സിറ്റിസൺ ആണെന്നാ പറഞ്ഞത്. ചോദിച്ചപ്പോ MRC ആണെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. മനസ്സിലായി. ശരിക്കും ഞാനൊരു കാര്യം പറയാം, ഞങ്ങൾ ഇത്രയും ദിവസം നിങ്ങളിൽ ഒരാളെ പോലും ഉപദ്രവിക്കാനും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സിറ്റുവേഷൻ ട്രിഗർ ചെയ്യാനും വന്നിട്ടില്ല. നമ്മൾ ഇതിലൂടെ ക്ലിയർ ആയിട്ട് ഇവരുടെ എല്ലാരോടും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിറ്റുവേഷൻ എടുക്കരുത്, MRC ആയിട്ട് സിറ്റുവേഷൻ എടുക്കേണ്ട വേണ്ടെന്ന്. പക്ഷെ ഷേക്കെ മാക്കെ ഞാൻ ഇപ്പോഴും പറയാം, ഞങ്ങൾക്ക് ഫ്രണ്ട്ലി ഗ്യാങ് KV മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾ അത് അങ്ങനെ ഒരു കാര്യം തീരുമാനം എടുക്കാനുള്ള കാരണം നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ നിന്ന് കുറച്ച് കുണ്ണാൾ എന്നെ മുമ്പിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവന്മാരുടെ അടുത്ത് എനിക്ക് ആ വിലയുള്ളൂ. എനിക്ക് അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് വേണ്ട. എനിക്ക് അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മുടെ ആൾക്കാരെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ട് ബാക്കിൽ നിന്ന് മുമ്പിക്കുമ്പോ ഉണ്ടല്ലോ, എനിക്കത് കണ്ടോണ്ടിരിക്കാൻ അതൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇനി വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു ഡൗൺ ടൈം വന്ന സമയത്ത് നമ്മളെ ബാക്ക് ചെയ്ത ഒരു പെർട്ടിക്കുലർ ആൾക്കാര് എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് KVയോട് നമ്മുടെ ഇത് റെപ്രസെന്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോ KV ആയിട്ട് ഫ്രണ്ട്ലി ആയത്. KV മാത്രമാണ് ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുമായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടെന്ന് ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ദിവസം ഒരു സിറ്റുവേഷൻ എടുക്കാതെ പോയത്. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ പിള്ളേർക്ക് ഈ കുറച്ച് ദിവസമായിട്ട് എങ്ങനെങ്കിലും ഒരു സിറ്റുവേഷൻ എടുത്ത് വെക്കണം എന്ന് ഭയങ്കര ഒരു ഇന്റൻഷൻ ഉണ്ട്. അത് കുറച്ച് ദിവസമായി. അതിന് നിങ്ങൾക്ക് എന്ത് വേണേ പറയാം, നമുക്ക് എടുക്കണമെന്നൊരു ആഗ്രഹം എന്തായാലും ഇല്ല. അങ്ങനെയാണ് നേരത്തെ ഞങ്ങൾക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ സെറ്റിൽ ആവുന്നതിന് ഞാൻ കാര്യം പറയട്ടെ, ഞാൻ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻ TVയുടെ പേര് കേട്ടെടുത്തുനിന്ന് പ്രോപ്പർലി ലീവ് ചെയ്തിട്ടില്ലാതെ TV ആണെന്ന് അറിഞ്ഞിട്ട് ഇമാര് സിറ്റുവേഷൻ എടുത്തായിട്ട് എന്റെ അറിവിൽ ഇതേവരെ ഇല്ല. എനിക്കറിയില്ല, സ്റ്റിൽ എനിക്ക് അൺനോണാണ്. എന്റെ അറിവിലുള്ള ഞാൻ പറഞ്ഞാൽ ഇവന്മാര് നിങ്ങളുടെ MRC ഉള്ളമാര് KVയിലുള്ള ഏതൊരുത്തനെ
കൊന്ന് ഗണ്ണേം ഇതിൽ കൊന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ലോലനുണ്ടല്ലോ നമ്മളൊരു വണ്ടിയിൽ നമ്മൾ തൊട്ടപ്പുറത്തെ റോഡ്, ഇപ്പോൾ റോഡിന് പറയുമ്പോൾ രണ്ട് സൈഡ് ഉണ്ടല്ലോ. ഞാൻ ഇവന്മാർ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നത്, ഞാൻ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. റൈറ്റ് സൈഡിൽ നിൽക്കണ തൊട്ടപ്പുറത്ത് നിൽക്കുകയായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ വല്ലവരാണെന്ന് വിചാരിച്ച് കൊന്നതാണെന്ന് വിചാരിച്ച് ഞാൻ അവിടേക്ക് പോയി നിന്ന്. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങളുടെ കൂട്ടത്തിലാണെന്ന് ചോദിച്ച്, ഈ ചത്ത് കിടക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി. അതിന് പിന്നെ വന്നിട്ട് പേരെന്താന്ന് ചോദിച്ചു. പേരെന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു നിൻ്റെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ അവന് പേര് പറയാൻ പറ്റിയില്ല. ഞാനും പേര് പറഞ്ഞില്ല. ആ സമയത്ത് ഇവൻ വണ്ടിമിക്കിട്ട് അടിച്ചിട്ട് ലോലൻ അങ്ങ് അടിച്ചു വന്നു. ലോലൻ അടിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്ത് ഞാനും ഇറങ്ങി, എന്നെയും ചുമ്മാ അടിച്ചു വന്നു. അതിൻ്റെ ആവശ്യം എന്താ? വണ്ടിയിൽ നിന്ന് പേര് ചോദിക്കാത്തവർ എല്ലാവരും അടിക്കുകയാണ് ഇവന്മാർ. അതാണിപ്പോ നടന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്റെ അടുത്ത്. ഞാൻ ഓക്കെ വെയിറ്റ് സിറ്റുവേഷൻ ഒന്നുകൂടെ കണ്ടു നോക്ക് ഷേക്ക്. ബാക്കപ്പ് ഒന്നും അല്ല, ഒന്നും ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ഗണ്ണെടുത്തിട്ടില്ല. ഇവൻ റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കുക, ഇവൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് എന്താ ബ്രോ എന്തിനാ അടിക്കുന്നതെന്ന് ചോദിച്ചോണ്ടിരിക്കുമ്പോ വെറുതെ അടിച്ചു. വണ്ടിക്കകത്ത് ഓൾറെഡി ലോലനെ കൊന്ന്. നമുക്ക് ഞാൻ ഒരു കാര്യം പറയാൻ പറയാം. നമ്മള് ഇതുവരെയുള്ള ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഞങ്ങള് തിരിച്ചു ഉപദ്രവിക്കാൻ ഞങ്ങൾ വരാറില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടിച്ചിടുന്നതിലൊന്നും എനിക്ക് ഒരു രീതിയിലും ഇത് സോൾവ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാര്യത്തിലല്ല വാസന ഞാൻ വന്നത്. അത് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരടിച്ചത് നമുക്കും അത് തന്നെയാണ്. പക്ഷെ ഇതിന്റെ പ്രോപ്പർ കാര്യം എന്താണെന്നൊന്നും രണ്ട് സൈഡ് കേൾക്കണല്ലോ. അവരുടെ സൈഡ് കേട്ടോ, ഈ സൈഡോട് ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നാലും സോൾവ് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മാക്കെ ഷെയ്ക്ക് നിങ്ങളുടെ അടുത്തൊക്കെ നമുക്ക് റെസ്പെക്ട് ആവണം. അതുകൊണ്ട് റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ സംസാരിക്കണം. ഒരു രീതിയിലും മോശമായിട്ട് ഞങ്ങൾ സംസാരിക്കത്തില്ല. പക്ഷെ ഇത് കിട്ടാത്ത ഇത് തരാത്തത് അല്ലെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാത്ത കുറെ ആൾക്കാരുണ്ട് അതിനകത്ത്. അപ്പൊ അവര് വന്ന് ഈ എന്റെ ഗ്യാങ് മെമ്പേഴ്സിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കുമ്പം ഉറപ്പായിട്ടും അത് കണ്ടോണ്ട് മിണ്ടാണ്ടിരിക്കാനും ഇതാക്കാനും പറ്റത്തില്ല. ഞാൻ തിരിച്ച് സിറ്റുവേഷൻ എടുക്കാനേ പറയത്തുള്ളൂ. കാരണം പലപ്പോഴും പലവട്ടം ഇതിനു മുമ്പ് എന്റെ ഗ്യാങ്ങിലെ മെമ്പേഴ്സിന്റെ സിറ്റുവേഷൻ ആവുന്ന സമയത്ത് ഫ്രണ്ട്ലിന്നും അതൊന്നും എനിക്കറിയാവുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ ഒരു സമയത്ത് ഞാൻ ഒഴിവാക്കി വിട്ടതിന്റെയാണ് ഇവിടെ ഈ ഇൻ ബിറ്റ്വീൻ ദ ഗ്യാങ്ങിൽ എനിക്ക് പല ഇഷ്യൂസ് ഉണ്ടായത് ഇതിനു മുമ്പ്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഞാൻ ചില സിറ്റുവേഷൻ പറയും, അപ്പോ ആ സമയത്ത് വേറെ ഉണ്ടായിരുന്ന ആൾക്കാർ പോയി സിറ്റുവേഷൻസ് എടുക്കും, ഞാൻ ലാസ്റ്റിൽ ഇതാവും. അങ്ങനെ കുറെ വട്ടം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി എന്റെ കൂടെ വയ്ക്കുന്ന മെമ്പേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലൈക്ക് അത് ചോദിച്ച് ക്ലിയർ ആക്കി വിടുക എന്നുള്ളത്, പിന്നത്തേക്ക് സംസാരിക്കാം, പിന്നെ ഇതാക്കാന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇനി ടി വിക്ക് ഇല്ല. നമ്മളത് അന്നോട്ടെ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഇതൊരു 7 മാസമായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് MRCയുടെ കാര്യമാണെന്ന് പറഞ്ഞിട്ടും നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഞങ്ങൾക്ക് വേറെ നിങ്ങളോട് ദേഷ്യം അതൊന്നും അല്ല. ഈ ഒരു കാര്യത്തില് ഇവര് ഗണ്ണെടുത്ത് വെടിവെച്ചിട്ടില്ല. ഇവന്മാരെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ പോലും ഗണ്ണെടുത്ത് വെടിവെച്ചിട്ടില്ല. നിങ്ങൾ വെടിവെച്ച് നമ്മുടെ കൂട്ടത്തില് 2 പേരെ ഡൗൺ ആക്കിയതിന് ശേഷമാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് പോലും. അല്ല, ഞാൻ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി വന്നതാണ്. അവർക്ക് അറിയത്തില്ലായിരുന്നു ഇത് TV ആണെന്ന്. അത് മാക്കെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല ഓക്കെ, എന്തെങ്കിലും ആവട്ടെ. ഒരു കാര്യം, ഞാൻ അവൻ എന്റെ അടുത്ത് ചോദിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആണെന്ന് ചോദിച്ചു. ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതിന് വെടിവെക്കേണ്ട ആവശ്യം അല്ല. മാക്കെ പേര് ഇങ്ങോട്ട് ചോദിച്ചു നോക്കി, അപ്പൊ പിന്നെ അങ്ങോട്ട് ചോദിക്കുമ്പോ പറഞ്ഞ തിരിച്ചു ചോദിച്ചായിരുന്നു നിന്റെ പേര്. അവന്റെ ഗുണ്ടായ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ നമ്മുടെ വണ്ടൊക്കെ എടുക്കാൻ നമ്മൾ സമ്മതിക്കത്തില്ല. ഗുണ്ടായ്സൊക്കെ വേറെ നമ്മള് TV ആയിട്ട് ഒരിക്കലും സിറ്റുവേഷൻ എടുക്കരുത് എന്നാണ് നമ്മള് ക്ലിയർ കട്ട് ആയിട്ട് ഞാൻ ഇപ്പോഴും പറയുവാണ്, അവന് ക്ലിയർ ആയിട്ട് അറിയാം അത് TV ആണെന്ന്. ഒരു സംശയമില്ല. ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ ഒറ്റ സിമ്പിൾ ആയ കാര്യം പറയാം. ഇതിന് മുന്നേ ഉള്ള 2-3 സിറ്റുവേഷനിൽ TV നമ്മുടെ ഒരുപാട് പേര്, അതായത് ഒരു സിറ്റുവേഷനിൽ 3-4 പേരെ, അതിനുശേഷം ഒരു 5-6 പേരെ അടിച്ചിട്ട സിറ്റുവേഷൻ. നിങ്ങളാണ് ഫസ്റ്റ്. അല്ല, ഒരു മിനിറ്റ് സ്നൈപ്പേ, മറ്റേ ഞാൻ പഴയ കാര്യമാണ്, ഞാൻ പറയാൻ പറ്റില്ല. നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ഫൈറ്റ് ചെയ്തത്. ഇല്ല, எവിടെ வந்து ஒரு ஹாய் சொன்னாலும் கோச் அப்படின்னு நீ பறையும். ஓகே, நான் வந்து ഈ ഗെയിം കളിக்கிறது 4 months ആയിട്ട്. பட் வில்லு ஒரு 5 வருஷமா விளையாடுறான். ഓക്കേവാ, അവന്റെ വോയിസ് തെരിയില്ലെന്ന് എപ്പോഴാ നീ പറയാൻ முடியும்? എനിക്ക് അത് അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഞാനതല്ല പറഞ്ഞത്. ഓക്കെ, അത് അവർ സംസാരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതിനു മുന്നേ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷനുകളിൽ 2-3 പ്രാവശ്യം ആയാലും എനിക്ക് തോന്നുന്നു ഒരു 3 പ്രാവശ്യം എന്തോ സിറ്റുവേഷൻ ആയിട്ടുണ്ട്, മറ്റേ മോണിറ്ററിംഗ് ടൈം അടക്കം.
അതിനകത്ത് ആദ്യമേ ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ആദ്യത്തെ സിറ്റുവേഷൻ അടക്കം ഈ അറിയാതാണെന്നുള്ള സാധനം പറഞ്ഞപ്പോഴാണ് നമ്മളും മാറിപ്പോയത്. അറിയാതല്ല, അതില് ഇല്ല, അതൊരു മൊണ്ണേന്ന് പറഞ്ഞത് കുണ്ണാന്നാക്കി എന്ന് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ അടി പൊട്ടിയത്. മുതുക്ക് കയറി റിപ്പയർ പോലെ അപ്പാപ്പനൊക്കെ ഇതേപോലെ മനഃപൂർവ്വം ഞാൻ പറയുന്നത് അതല്ല. ബ്രോ അവിടെ കുണ്ണാന്ന് വിളിച്ചിട്ടാണ് നമ്മൾ ട്രിഗർ ആവുന്നത്. അവര് മോണിറ്ററിംഗ് ടൈമിലാണ് നിങ്ങളാണ് അടങ്ങി ഒടുങ്ങി പോകേണ്ടത്. ഇല്ല രാജേഷ് ഒരു മിനിറ്റ് ആണ്. നിങ്ങൾക്ക് മോണിറ്ററിംഗ് ടൈമിലാണെങ്കിൽ ഒരു ഗ്യാങ്ങിന്റെ അടുത്ത് സിറ്റുവേഷൻ എടുക്കല്ലെന്ന് നിങ്ങൾക്ക് അറിയാവോ? വള്ളി എടുക്കാതെ മാന്യമായിട്ട് പോകേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണോ? ശരിക്കും പറ, ഉത്തരവാദിത്വം പറ. ആണോ? എന്നിട്ട് കുണ്ണാന്ന് വിളിച്ചിട്ട് ബ്രോ ഗ്യാങ് ഡ്രസ്സിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ വള്ളി എടുക്കുവോ? കുണ്ണാന്ന് വിളിക്കുവോ ഒരു പ്ലെയറിനെ പോയി? ധാരാളമാ. ഇതൊക്കെ അന്ന് വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് ഇവരെ പ്രഷർ ചെയ്യിപ്പിച്ച് സിറ്റുവേഷൻ ഒക്കെ ചാർലിന്റെ സിറ്റുവേഷൻ അന്ന് പീഡിന്റെ സിറ്റുവേഷൻ ഓർമ്മയുണ്ട്. നമ്മള് ഫയർ ചെയ്ത് അതൊക്കെ നമുക്ക് എടുക്കാലോ. ഓഫ് കാണിക്കാനാണെങ്കിൽ നമുക്ക് ഇതൊക്കെ മതി. നമ്മൾ ഇത്രയും നാള് നമ്മുടെ സൈഡിൽ നിന്ന് ഇത്രയും ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ഒതുക്കി, ഓസി പോലും ഞാൻ പറഞ്ഞു ഒതുക്കി വെച്ചിരിക്കുക സിറ്റുവേഷൻ എടുക്കല്. ഇവര് ഗ്രൂപ്പിൽ വന്ന് പലയിടത്തും ചോദിക്കും സിറ്റുവേഷൻ എടുക്കണോ, സിറ്റുവേഷൻ ആയി ഇതെന്ത് ചെയ്യണേന്ന് എന്നോട് വന്ന് ചോദിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിടുക. ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ഇത് താല്പര്യമില്ല നിങ്ങളുടെ അടുത്ത് വന്ന് അടിയുണ്ടാക്കണം, നിങ്ങളുടെ അടുത്തൊന്ന് പ്രശ്നം ഉണ്ടാക്കണം എന്നൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇതിനകത്ത് മെമ്പേഴ്സ് അത് ഇപ്പോഴും ഉണ്ട്. അത് നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ട്. അത് മനസ്സിലാക്കണം. അത് നിങ്ങൾ ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാര് അതൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ വേറെ ഒന്നും പറയല്ല. ഞങ്ങൾ ഈ സിറ്റുവേഷനിൽ നമ്മുടെ ഒരാളെ വെടിവെച്ചിട്ടുകൊണ്ടാണ് നിങ്ങളുടെ ഒരാളെ ഹോസ്റ്റൽ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ കത്തിച്ചു. നമുക്ക് പറയാനുള്ളത് പറഞ്ഞു വിട്ടു. അതിനപ്പുറത്തോട്ട് നമുക്ക് പുറത്ത് ഞങ്ങൾക്ക് ഒരു ഗ്രഡ്ജും ഇതൊന്നും ഞങ്ങൾക്ക് കീപ്പ് ചെയ്യാനില്ല. ഞങ്ങൾ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ മെമ്പേഴ്സിനെ തൊടുമ്പോൾ നമുക്ക് ഇപ്പൊ നിങ്ങളാണെങ്കിലും ഇത് തന്നെ ചെയ്യാൻ പോകണുള്ളൂ. ശരിക്കും അല്ലേ? സത്യം പറ. നിങ്ങളുടെ ഒരു ഇത് വന്ന് ഇങ്ങനെ പേര് വെച്ച് അടിച്ചിട്ടാലും നിങ്ങളാണ് ഇത് തന്നെ ചെയ്യാൻ പോകുന്നുള്ളൂ. ആ സെയിം സാധനം ഞങ്ങൾ ചെയ്തോളൂ. അല്ലാതെ ഞങ്ങൾക്ക് നിങ്ങളോട് വേറെ വെളിയിലും അങ്ങനെ വേറെ പ്രശ്നവും കാര്യങ്ങളും ഒന്നുമില്ല. ഈ നടന്ന കാര്യം ഇത്രയാണ്. ഇത് സിറ്റുവേഷൻ ആയിട്ടാണ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സസ്പെൻഷനിലാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങളിത് ഇവിടെ വിടുക. ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങൾ ഇനി ഇതിന്റെ പേരിൽ അങ്ങോട്ട് ഞങ്ങളെ അടിച്ചിട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് അവന് കൊടുക്കാനുള്ളത് കൊടുത്ത് ഞങ്ങൾ കത്തിച്ച് വിട്ടിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തോട്ട് നാളെ തൊട്ട് MRC മോക്ക് ചെയ്യാനിരിക്കുകയല്ല ഞങ്ങളിവിടെ. ഞങ്ങള് അങ്ങനെ നമ്മളെന്തായാലും നിങ്ങൾ നമ്മളെന്തായാലും സസ്പെൻഷനിലും ആണ്. പിന്നെ ഒരിക്കലും ഞങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തായാലും ഞങ്ങളെ സൈഡിൽ നിന്ന് ഉണ്ടാക്കൂല. ഇനീഷ്യലി നമ്മൾ ഡൗൺ ആയാലും ഇൻ കേസ് എന്ത് കമ്പുണ്ടെങ്കിലും നമുക്കതൊരു വാറായിട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പേഴ്സണലി താല്പര്യമില്ല. നമ്മളോട് തൊപ്പിയാണെങ്കിൽ പോലും അത് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്താണോ പറയുന്നത് അതൊന്നും അതേപോലെ കൂടുതലും ചെയ്യാറുള്ളൂ. അത് മാത്രമല്ലല്ലോ. പിന്നെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ വസന്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാണ്, സീരിയസ് ആയിട്ട് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മനഃപൂർവ്വം അടിച്ചതല്ല. അത് പിള്ളേർ നമുക്ക് അറിയുന്നതാണ്. അവര് ഓൾറെഡി ആ സാത്താനെ ഗണ്ണിൽ നിർത്തുന്ന സമയത്ത് സാത്താൻ ബാക്കപ്പ് കോൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഓൺ ദ സ്പോട്ടിലാണ് ആ കാറാണ് വന്നത്. അതുകൊണ്ടാണ് അത് ഈ പേര് പറയാത്തെന്ന് പറഞ്ഞ് ഗുണ്ടായിസം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഗ്യാങ്ങായിട്ട് വരുമല്ലേ. അപ്പൊ ആ ഗ്യാങ്ങിൽ ഒരു മെമ്പർ അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോ അവൻ എന്നിട്ട് റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അവൻ അവിടെ കൊണ പറയുവാണെങ്കിൽ അടിച്ചോ, ഒരു കുഴപ്പമില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങള് സിറ്റിയിൽ എത്ര പേരായിട്ട് സിറ്റുവേഷൻ ആകും ബ്രോ? എല്ലാരും സൗണ്ട് വെച്ച് തിരിച്ചറിയാൻ പറ്റൂല. അപ്പൊ നേരെ പോയി എല്ലായിടത്തും നീ പേര് പറഞ്ഞ നീ പേര് പറഞ്ഞില്ല, നിന്നെ അടിച്ചുവല്ല. അങ്ങനെയാണെങ്കിൽ ഇത് എല്ലാവരുമായിട്ട് പ്രശ്നം നമുക്ക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും. അത് സോൾവ് ചെയ്യാനോ അടി ഉണ്ടാക്കാനും മാത്രമേ താല്പര്യം. നമ്മൾ ഇവരടുത്ത് മാക്സിമം പറഞ്ഞത് KV TV നമുക്ക് സിറ്റുവേഷൻ തീരെ എടുക്കരുതെന്ന് പറയുമ്പോൾ ഇവരൊരു സിറ്റുവേഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ് പേര് ചോദിക്കുന്നതാണ്. KV ആണെങ്കിൽ TV ആണെന്നുണ്ടെങ്കിലും ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അവര് മനഃപൂർവ്വം അവരെന്താ പേര് പറയാത്ത ബ്രോ? അപ്പൊ നിങ്ങളെ പേര് ചോദിച്ചാൽ നമുക്ക് MRC ആണെന്ന് പറയാൻ പറ്റൂല. കാരണം അവന്റെ പേര് പറഞ്ഞില്ല. അവൻ പേരൊന്നും പറഞ്ഞില്ല. ഇന്ന് രാവിലെ തൊട്ട് മാക്ക് ചെയ്ത മാതിരി വണ്ടിയിൽ എല്ലാരെയും പോയിട്ട് പിറ്റും ചെയ്ത് ഇങ്ങനെ നടക്കുവായിരുന്നു. ഞാൻ ഒരു കാര്യോടെ ഈ സമയത്ത് എനിക്ക് അഡ്രസ് ചെയ്യാനുണ്ട്. ഞാൻ ഇത് ഞങ്ങള് കഴിഞ്ഞ ദിവസം ഓഫ്ലൈനിൽ കയറിയ സമയത്തുള്ള ഒരു കാര്യമാണ്. ഞാൻ മാക്കിന് വേണമെങ്കിൽ ഞാനത് അയച്ചു തരാം. ഞങ്ങള് ഇതേപോലെ കഴിഞ്ഞ ദിവസം ഓഫ്ലൈൻ കയറിയ സമയത്ത് ഒരു ബണ്ണി മാസ്ക് വെച്ചിട്ട്
ഈ പറയണത് പോലെ നമ്മുടെ അടുത്ത് വന്ന് ഒരു ഡയലോഗ് അടിച്ചിട്ട് പോയായിരുന്നു. ഞാൻ അന്നേരം ഇവരുടെ അടുത്ത് പറഞ്ഞത് വേണ്ട, അന്നേരം ഇവന്മാർ തന്നെ വണ്ടിക്കകത്തിരുന്നവന്മാർ തന്നെ പറഞ്ഞു അത് MRC ആണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അവര് വേറെന്തോ RP കളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാലും വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു സിറ്റുവേഷൻ എടുക്കാനാണ് നമുക്ക് താല്പര്യമെങ്കിൽ അത് അവന്മാർ കോമഡി എന്ത് പറഞ്ഞാണെങ്കിലും അത് വെച്ച് നമുക്ക് പോയി സിറ്റുവേഷൻ എടുക്കായിരുന്നു. ഞങ്ങളത് വിട്ട കേസാണ്, ഞങ്ങൾക്ക് അതിനോടുള്ള താല്പര്യമില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യമാണെങ്കിലും ഞാൻ പറയണത് അതാ ബ്രോ, നമ്മള് MRC എടുത്ത് സിറ്റുവേഷൻ എടുക്കണം എന്നുള്ള രീതിയിലുള്ള വന്ന് റിപ്ലൈ പറഞ്ഞതല്ല. അതിന് നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ അടിച്ചിട്ടതിന്റെ കാര്യം ചോദിച്ചു, ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, അവനെ കത്തിച്ചു വിട്ടു. ഇല്ല വാസണ്ണ, അത് ആരാണെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയണം, അത് നമുക്ക് അറിയണ്ടേ. അത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണം. ഇപ്പൊ ഈവൻ ഒരു 2 വീക്സ് മുമ്പോ 10 ഡേയ്സ് മുമ്പ് മറ്റേ ലോലനോട് ഇതേപോലെ ഷിബു എന്തോ നീ ആരാടാന്ന് ചോദിച്ചതിന്റെ പേരില് നിങ്ങൾക്ക് അത് ബാഡ് അടിച്ചു എന്നുള്ളൊരു സംഭവം നമുക്ക് പുറത്ത് കിട്ടിയോണ്ട് നമ്മൾ ഗ്രൂപ്പിൽ പുറത്ത് ഓസിയ അത് അവിടെ വിളിച്ചു വരുത്തി അവന്റെ അടുത്ത് പോയിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, ക്ലിയർ ചെയ്തിട്ട് നീ ഇനി കളിച്ചാൽ മതി എന്നുള്ളത് വരെ ഷിബുവിനോട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാ, അല്ലാതെ നമ്മള് എന്തുണ്ടെങ്കിലും ഇതിപ്പോ കറക്റ്റ് ചന്ദ്രനോട് ചോദിച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങളും ഇപ്പം വാസൻ മോസ്റ്റ് ഓഫ് ദ ടൈം സിറ്റിയിൽ ഉണ്ടാവാറില്ല. ഞാൻ മോസ്റ്റ്ലി എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് നേരെ വന്ന് എന്തൊരു ചെറിയൊരു കാര്യം, അതായത് ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം പോലും ഞാൻ വന്ന് അന്ന് മറ്റേ പ്ലെയറിന് അവന് വണ്ടി ലോഡാവാതെ നിങ്ങള് സംസാരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ റെസ്പെക്ട് എനിക്ക് മാക്കിനോട് ഷെയ്ക്കിനോടും ഉണ്ട്. അത് ഞാൻ ഇപ്പോഴും പറയുവാ, ഞാൻ ഇപ്പോഴും പറയണത് അതാണ്. നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, ക്ലിയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഇപ്പൊ തന്നെ മാക്കും ഷെയ്ക്കും ഇവിടെ സിറ്റുവേഷൻ ആയി അറിഞ്ഞിട്ടല്ല ഇവിടെ വരെ വരുന്ന വന്നത്. ഞാനും ഇതുപോലെ തന്നെയാ, ഞാൻ ഈ സമയത്ത് കയറുന്ന ഒരാളല്ല, സിറ്റുവേഷൻ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. നമ്മളില്ലാത്ത സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംസാരം ട്രിഗർ ആവുന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളിത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എങ്ങനെയാണോ ഇത് അടി ഉണ്ടാവാതെ കൊണ്ടുപോകേണ്ട അതേ റെസ്പോൺസിബിലിറ്റി ഞാനും കാണിക്കുന്നുണ്ട്, ഇത് അടി ഉണ്ടാവാതെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവന്മാരെടുത്ത്. ഇല്ലെന്ന് അവന്മാര് പറയട്ടെ, ഞാനിത് അവന്മാരടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ഉപദ്രവമാണ് ഇതുവരെ നിങ്ങൾ ഗ്യാങ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ദിവസം TV വന്ന് അങ്ങോട്ട് വന്ന് ട്രിഗർ ചെയ്ത് സിറ്റുവേഷൻ ബാക്കി ഏതൊക്കെ ഗ്യാങ്ങിനോട്ട് നമ്മൾ എടുക്കണം ബ്രോ? ഇപ്പം SRR എല്ലാവരുമായിട്ടും നമ്മൾ എടുക്കുന്നുണ്ട്, TG എല്ലാമാരുടെ അടുത്ത് എടുക്കുന്നുണ്ട്. നമുക്കിപ്പോ സിറ്റുവേഷൻ എടുക്കാനാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ചൊറിയിപ്പിച്ചാൽ പോരെ? നമുക്കത് താല്പര്യമില്ലെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് ഇത്. നിങ്ങൾ എടുക്കുന്ന സെയിം എഫേർട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്, ഇത് സിറ്റുവേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഈ ഒരു സംഭവത്തിന്റെ ഒരു 90% ഞാൻ കണ്ടതും ഇപ്പൊ ഇവിടുന്ന് കിട്ടിയതായിട്ട് ഇത് ബാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രോപ്പർലി ഒന്ന് നോക്കട്ടെ വാസൻ. ലൈക്ക് ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ ഞാൻ കയറുന്നത്. അറിയാലോ, ഞാൻ ഈ സമയത്ത് ഇടയ്ക്ക് വല്ലപ്പോഴും വേണം വരാറ്. ഞാൻ ഓൾറെഡി വയ്യാതിരിക്കുന്നു, എന്നിട്ട് ഇത് വിളിച്ച് കോളിന്റെ പെരുതിനെ കൊള്ളാൻ കയറിയതാണ്. എന്താ സംഭവം എന്ന് അറിയേണ്ടത് എന്നപ്പോഴാണ് ഇത് ഇങ്ങനെയാണ് കാര്യങ്ങളെന്ന് അറിയുന്നത്. ഇതില് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലാതെ പ്യൂർലി നിങ്ങളാണെന്ന് TV ആണെന്ന് അറിഞ്ഞിട്ട് അടിച്ചതല്ല. അത് വില്ലു അത് അങ്ങനെ അല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വെയിറ്റ്. ആ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ച് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ചോദിച്ചിട്ട് ഞാൻ അല്ലാന്ന് പറഞ്ഞിട്ട് അടിച്ച് നമ്മള് ഇറങ്ങി. അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടേ, അങ്ങനെ എനിക്ക് ഇറങ്ങി നിന്ന് അടിച്ചുകൂടായിരുന്നാ? അല്ല വില്ലു ഷമീറുമായിട്ട് പണ്ടൊരു സംസാരം ഒന്നും പറയില്ല. പറയായിരുന്നു അത് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല തെറ്റാന്ന്. ഷമീറിന്റെ കേസിൽ നമ്മുടെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചു, അവനാണ് സംസാരിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. ഇവൻ അടിച്ചു വന്ന് ലോലൻ അടിച്ചു ഒന്ന്. അല്ല അമ്പത്തിര ഒരു മിനിറ്റ് ലോലൻ അടിച്ചു വന്ന് നോക്കേ. എന്റെ അടുത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എന്നെ അടിച്ചു വന്ന്. അതിന്റെ ആവശ്യം എന്തായിരുന്നു? ഇവന്മാർക്ക് പിന്നെയും ചോദിക്കായിരുന്നില്ല എന്താ ഏതാ ഗ്യാങ് എന്തെങ്കിലും ചോദിക്കായിരുന്നു. ഇവരെന്താ ഒന്നും ചോദിക്കാത്ത? സസ്പെൻഷൻ അല്ലേ? സസ്പെൻഷൻ ആണെങ്കിൽ അതേമാതിരി നടക്കാൻ പറയാം അവന്മാരുടെ ഗ്യാങ്ങിലൊക്കെ നമ്മൾ ഒരുമിച്ച് കുറെ പ്രത്യേകനൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പൊ പിന്നെ അറിയാണ്ട് പ്രത്യേകിച്ച് കൊച്ചാപ്പി, കരിമീൻകോട്, ചാർലി 3 പേർക്കും അറിയാം. അല്ല മാക്ക, ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് സസ്പെൻഷൻ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പറഞ്ഞു വിടുന്നു മര്യാദ നടക്കാൻ. സസ്പെൻഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് അടിച്ചടിച്ച് നടക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ. നാളെ നമ്മൾ ഇതേമാതിരി ഒരേ ഡ്രസ്സ് ഇട്ട് എല്ലാരെയും പോയി പിറ്റൊക്കെ ചെയ്ത് ഇതേമാതിരി നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തോട്ട് ഇങ്ങനെ കയറി തന്നോണ്ട് നിങ്ങൾക്ക് അടിക്കൂല? നിങ്ങൾ ഉറപ്പായിട്ടും അടിക്കും. അത് തന്നെ ഇപ്പൊ ചെയ്തത്. എടാ അത് വീട് അറിയുന്നോ അറിയാത്ത കേസ് വീട്. ഇവന് എന്തിനാ വെടി വെക്കേണ്ട ആവശ്യം? വെറുതെ അല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ വെടി വെക്കേണ്ട ആവശ്യം? രണ്ടാമത്തെ വെടിവെക്കല്ലേടാ, എന്താടാ എങ്ങനെ വെടിവെച്ച് കളിക്കാനാണ്? എന്തത് നാളെ വിട്ട് നമ്മളങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പേര് പറഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് വന്ന പോലെ. അപ്പൊ പിന്നെ എളുപ്പമായില്ല. ഇതൊന്നല്ലേ ഇനി 2 ദിവസം മുന്നേ പിന്നെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ. ഇവന്റെ വണ്ടിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്റെ പേരിൽ ഇടിച്ചില്ല, അവന്റെ പേരിൽ ഇടിച്ചെന്ന് പറഞ്ഞിട്ട്
ഡയറക്റ്റ് വന്നവൻ ഒരു പേര് പോലും ഒന്ന് ചോദിക്കാണ്ട് അവൻ വന്ന് പിന്നെ അടിച്ചായിരുന്നു എന്നെ ലോലന് മറ്റേ ഡ്രസ് ഷോപ്പിൻ്റെ അവിടെ വെച്ചിട്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാനന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അവിടെ വിട്ടെ. ഇല്ലടാ ഇല്ല വീട്ടടാ അത് ഇല്ല നമുക്ക് സീനൊന്നുമില്ല. നമ്മളെ പിള്ളേരെ നമ്മൾ പറഞ്ഞു നിർത്തിക്കോളാം, കുഴപ്പമില്ല. അത് അറിയാതെ പറ്റിയതാ. അത് നിങ്ങൾ ആരും ഗ്രഡ്ജോ വെഞ്ചൻസ് ഒന്നും നമ്മുടെ മൈൻഡിൽ ഒരു അങ്ങനത്തെ ഒരു സാധനം പ്രത്യേകിച്ച് അറിയില്ല. നമുക്ക് കുഴപ്പമില്ല, അവരുടെ അടുത്തൊന്ന് പറഞ്ഞാൽ മതി. ഇനി എന്താന്ന് വെച്ചാൽ പേരും എല്ലാം സ്ക്വാഡാണ്. ടീഷർട്ട് ഇട്ടാരാ പോകുന്നത്. ഇപ്പൊ എന്തായാലും വാസന ഇത് നമ്മുടെ സൈഡ് ഞാൻ എന്തായാലും എനിക്ക് ഇപ്പൊ ഇത് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒരിക്കലും വന്ന് നിൽക്കലെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. എനിക്ക് അറിയത്തില്ല ഇപ്പൊ എന്താ പറയട്ടെ ഇതിന്റെ അകത്ത്. ലൈക്ക് ബാക്കിയുള്ള ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ കുറച്ചുകൂടി നല്ല രീതിക്ക് എന്താ ചെയ്യേണ്ടത് ഞാൻ ചെയ്തോളാം. ഓക്കെ, എന്തായാലും ഇപ്പൊ വന്ന് അണ്ണാ തോന്നുന്നു. ഹലോ